ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പത്തനംതിട്ട ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. നവ്യയുടെ ആ ഒരു മാറ്റത്തിലും കാര്യത്തിലൊക്കെ സന്തോഷം തോന്നുകയാണ്. അപ്പം നവ്യ വന്ന് പറയുകയാണ്, ഞാൻ ഇന്ന പോലെ നാഗേന്ദ്രനെ കണ്ടുവെന്നും നാഗേന്ദ്രനും അഭിയും കൂടി സംസാരിക്കുന്നുണ്ടെന്നും അങ്ങനെ അജ്ഞാത മെസ്സേജ് ഈ ജലജയുടെ ഫോണിലേക്ക് അയച്ചെന്നുള്ള കാര്യങ്ങൾ മുഴുവനും പറയുകയാണ്. അതിനുശേഷം അവിടെ അടിയുണ്ടായ കാര്യവും അഭിയെ വലിച്ചഴച്ച് നേരെ വീട്ടിൽ കൊണ്ടുവന്ന കാര്യവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശന് ശരി സഹിക്കാൻ പറ്റുന്നില്ല. ഏതായാലും മോളെ, നീ അങ്ങനെ ഒരു കാര്യം ചെയ്ത് നന്നായി. അവൾ നേരിട്ട് തന്നെ കണ്ടല്ലോ കാര്യങ്ങളൊക്കെ. അപ്പം ദേവയാനിയാണെങ്കിൽ അതെ, അത് നല്ല അത്യുഗ്രൻ ഐഡിയ തന്നെയായിരുന്നു. അവനോട് രണ്ട് കിട്ടണം. ആ നാഗേന്ദ്രനെ പോലുള്ളവരോട് കൂട്ടുകൂടരുന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും കേൾക്കാനായിട്ട് അവൻ തയ്യാറാവുന്നില്ല. അപ്പം അവന് ഇത് തന്നെ വേണമെന്നൊക്കെ ഇവിടെ സംസാരിക്കുകയാണ്. മോളെ, എന്നാലും മോൾ സൂക്ഷിക്കണം മോളെ. ഏതായാലും നീ പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി നാഗേന്ദ്രൻ്റെ ആ ഒരു കമ്പനിയില്ലേ, അത് വളരാനായിട്ട് മോൾ അനുവദിക്കാൻ പാടില്ല. അവൻ തറ പറ്റണം. പിന്നെ അഭിയും വേദനിക്കുക തന്നെ ചെയ്യണം. അവൻ്റെ ചതിയൊക്കെ മോൾക്ക് ഇപ്പം ശരിക്കും മനസ്സിലായല്ലോ. അതൊക്കെ എനിക്കറിയാം മുത്തശ്ശ. അതെല്ലാം മുൻകൂട്ടി അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നേരത്തെ ഇതൊക്കെ പ്ലാൻ ചെയ്തത് മുത്തശ്ശ. ഇനി അവനെ വളരാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അവനെ ഞാൻ താഴെ ഇറക്കും. അവൻ്റെ അധപ്പതനം കണ്ടിട്ട് മാത്രമേ എനിക്കിനി വിശ്രമമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ നേരെ അങ്ങോട്ട് കയറി ചെല്ലുക. അപ്പോൾ നവ്യ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭിയെ കാണിക്കണം. അപ്പോൾ അഭിയുടെ കരണത്തിങ്ങനെ അടിയൊക്കെ കിട്ടിയ പാടുണ്ട്. അഭി ഇങ്ങനെ കവളൊക്കെ ഇങ്ങനെ തടയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് നവ്യ കയറി ചെല്ലുന്നത്. ആ നവ്യ, നീ വന്നു നവ്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അയ്യോടാ അഭി, എന്താണ് നിൻ്റെ കവളത്ത് ഇതെന്തു പറ്റിയടാ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്ന് നവ്യ ഒന്നും പറയണ്ട, എൻ്റെ ഭ്രാന്ത് പിടിച്ച അമ്മയില്ലേ ആ തല്ലി തന്നെ എന്ന് പറയുകയാണ്. എന്തിനാടാ അമ്മ നിന്നെ തല്ലിയത്? എന്തു പറ്റി? എൻ്റെ അച്ഛനായിട്ട് സംസാരിക്കണോ വേണ്ടതെന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. എൻ്റെ അച്ഛനോട് സംസാരിക്കുന്നതിന് ആരാണ് എതിർക്കാനുള്ളത്? അമ്മ എന്തിനാ അതിനെ എതിർക്കുന്നത്? എൻ്റെ അച്ഛൻ്റെ ചിലവിലാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത്. എൻ്റെ അച്ഛനാണ് എനിക്ക് ചിലവിന് തരുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ പറയുന്ന കാര്യങ്ങളല്ലേ ഞാൻ കേൾക്കേണ്ടത്. അപ്പോൾ അച്ഛനെ കണ്ടെന്ന് വിചാരിച്ച് അമ്മ എന്തിനാ എന്നെ പിടിച്ചിങ്ങനെ തല്ലുന്നത്? പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത വേറൊരു കാര്യമുണ്ട് നവ്യേ. ആ കറക്റ്റ് സ്പോട്ടിലേക്ക് എങ്ങനെയാണ് അമ്മ വന്നത്? ഒറ്റിക്കൊടുത്തത് ആരായിരിക്കും? ഈ വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കും. ആരെങ്കിലും ഒളിഞ്ഞൊന്ന് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും അമ്മ അവിടെ എത്തിയതും എൻ്റെ കാരണത്തെ പിടിച്ചടിച്ചതൊക്കെ. പക്ഷേ അമ്മ എത്രയൊക്കെ തല്ലിയാലും പിടിച്ചാലൊക്കെ ഞാൻ എൻ്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞാൽ അവിടെ കണ്ടിരിക്കും. അതാരും എന്നെ തകർക്കാനും നോക്കണ്ട നവ്യേ. നിനക്ക് ശമ്പളം തരുന്നതും എൻ്റെ അച്ഛൻ തന്നെയല്ലേ. അപ്പം നിനക്ക് അദ്ദേഹത്തോട് എന്തെങ്കിലും ദ്രോഹം ചെയ്യാനായിട്ട് പറ്റുമോ? അയ്യോ, എനിക്കൊരു ദ്രോഹവും ചെയ്യാനായിട്ട് പറ്റില്ല അബി. എന്നാലും നിൻ്റെ അമ്മ ഇങ്ങനെയൊന്നും കാണിക്കണ്ടായിരുന്നോ? നിൻ്റെ അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. അമ്മയ്ക്കും അതേപോലെ തന്നെ അച്ഛനും അതേ പിന്നെ അമ്മായിക്കൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അറിയാം. അതെന്തെങ്കിലും ആവട്ടെ, അതറിയണമെന്ന് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ അച്ഛൻ്റെ സപ്പോർട്ട് മാത്രം നിൽക്കുള്ളൂ. നിനക്ക് വേറൊരു കാര്യം അറിയാം, നമ്മളുടെ എത്രമാത്രം സ്നേഹം ഉണ്ടെന്നറിയാമോ? ഈ AN ജ്വല്ലറി എന്നാണല്ലോ കടയുടെ പേര്, ജ്വല്ലറിയുടെ പേര്. അപ്പം ഈ എന്താണ്? അത് പിന്നെ ഒന്നുകിൽ അബി ആയിരിക്കും അല്ലെങ്കിൽ അവന്തിക ആയിരിക്കും. അങ്ങനെയല്ല, അബി എന്ന് പറയുന്നത് അബിയാണ്. ഈ എന്നാരാണെന്ന് നിനക്കറിയാവോ നവ്യേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിപ്പം നോക്കാനെന്താ, നാഗേന്ദ്രൻ എന്നായിരിക്കും എന്നിൻ്റെ അർത്ഥം. അല്ല, അവിടെ നിനക്ക് തെറ്റിപ്പോയി നവ്യേ. എൻ്റെ അച്ഛന് നിന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാലോ. ഈ എന്നെന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? നവ്യ. നമ്മൾ രണ്ടുപേരുടെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ആ ജ്വല്ലറിയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം സ്നേഹം നമ്മളോടുണ്ട്. ഇത് കേട്ട നവ്യക്ക് ചിരി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എടാ പൊട്ടാ, നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം നിൻ്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയതാണ് ഞാൻ. എന്നിട്ട് അവൻ എന്നോട് ഡയലോഗ് അടിക്കുന്നു. എടീ, അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ രണ്ടുപേരുടെയും പേര് അവിടെ ഇടുമ്പോൾ നമ്മളെ അച്ഛൻ ചതിക്കാനൊന്നും അച്ഛന് കഴിയത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നത് നീയാണെന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്തികയായിരിക്കും. ഒരിക്കലുമില്ല, നീ ചുമ്മാ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവന്തികയല്ല, അബിയാണ് ആ Aൻ്റെ അർത്ഥം. അല്ലടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ, ഈ അവന്തിക അവളുടെ അച്ഛനെ കാണാനായിട്ട് പോവാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല.
ഒരച്ഛനെയും കാണാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ അഭി മനസ്സ് ചിന്തിക്കുകയാണ്, ഇവളോട് സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇവളിപ്പോൾ നമ്മളുടെ പക്ഷത്താണെങ്കിലും ഏതെങ്കിലും മുഖേന ഇവളുടെ വായിൽ നിന്ന് ആരെങ്കിലും സത്യങ്ങൾ അറിഞ്ഞാലോ, വേണ്ട. അവന്തിക ഒരിക്കലും അവളുടെ അച്ഛനെ കണ്ടിട്ട് പോലുമില്ല. അല്ല, എനിക്കതങ്ങോട്ട് തീരെ അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അതുകൊണ്ടാ നീയല്ലേ പറഞ്ഞത് അവന്തികയുടെ സ്വഭാവമൊക്കെ മാറി അവന്തിക ഇവിടെ കിടന്ന് അഭിനയിക്കുകയാണെന്ന്. അതെ, അഭിനയിക്കുകയാണ്. അവൾ അയർലാൻഡിൽ നിന്ന് വന്നപ്പോഴേ അനിയെ കല്യാണം കഴിക്കണമെന്നായിരുന്നല്ലോ. അപ്പോൾ അവരുടെയൊക്കെ മനസ്സ് മാറ്റാൻ വേണ്ടി കിടന്ന് അവൾ അഭിനയിക്കുകയല്ലേ. അതിന് അയർലാൻഡിൽ നിന്ന് വന്നപ്പോൾ അനിയല്ലല്ലോ സ്നേഹിച്ചത്, അവൾ ആരെയും സ്നേഹിച്ചില്ലായിരുന്നല്ലോ. പിന്നെ നവീനമായിട്ടുള്ള കല്യാണത്തിനും അവൾ സമ്മതിച്ചല്ലേ. പിന്നെ നീ എന്തൊക്കെയാടേ പറയുന്നത്? അതൊക്കെ സമ്മതിച്ചു. പക്ഷേ അവളുടെ കല്യാണം നല്ല അടിപൊളിയായിട്ട് നടക്കണമെങ്കിൽ ഇവിടെയുള്ളവർ മനസ്സ് മാറണം. ഇവളെ സ്നേഹിച്ച് തുടങ്ങണം. എന്നാൽ മാത്രമേ ഇവൾക്ക് ഇവളുടെ ഒരു രീതിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുള്ളൂ. അതിനുവേണ്ടി അവൾ മറ്റുള്ളവരുടെ മുന്നിൽ കിടന്ന് അഭിനയിക്കുകയല്ലേ. ഈ സ്നേഹമൊക്കെ വെറും അഭിനയമാണ് നവ്യേ എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട നവ്യക്ക് കലിയും വരികയാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ രണ്ടുപേരും അച്ഛൻ്റെ കമ്മയിൽ നിന്ന് ഒരിക്കലും പോവില്ല. അതൊരിക്കലും പോവില്ല. എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അഭി. അങ്ങനെ തന്നെ ആവണം. അമ്മ എന്ത് വേണമെങ്കിലും അവിടെ കിടന്ന് പറയട്ടെ, എൻ്റെ അച്ഛൻ എനിക്ക് വലുത് തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അപ്പം നവ്യാണെങ്കിൽ കാണോടാ, നിൻ്റെ അധപ്പതനം ഞാൻ കാണും. നിന്നെ ഇനി ഒരു സ്ഥലത്തും ജോലി ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കില്ലടാ. നിന്നെ എല്ലാ ഭാഗത്തുനിന്നും നിന്നെ ഞാൻ പൂട്ടോടാ എന്നൊക്കെ നവ്യ ഇങ്ങനെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയും അതേപോലെ തന്നെ നയനയും ഗോവിന്ദനും കനകയും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദു ആണെങ്കിൽ എന്തായാലും ഇത്രയും നാളുകൾക്ക് ശേഷം ഒരുപാട് സന്തോഷ നിമിഷങ്ങളാണ്. അതൊരിക്കലും മറക്കാനായിട്ട് പറ്റില്ലല്ല അമ്മേ, അതൊരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. നവ്യമോളുടെ സ്വഭാവമൊക്കെ മാറി നമ്മളോട് ഒത്തൊരുമിച്ച് വന്നതല്ലേ, അപ്പോൾ പിന്നെ അതൊന്നും നമുക്കൊരിക്കലും മറക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നയനയും പറയാണ്. എന്നാലും ചേച്ചി അത്രയും പെട്ടെന്നൊന്നും പോകണ്ടായിരുന്നു, ഇവിടെ കുറച്ച് ദിവസം നിൽക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് വരുന്നത്. അപ്പോൾ ആദർശ് വന്നു കഴിഞ്ഞപ്പോഴേക്കും മോനെ എത്തിയല്ലോ മോനെ. അപ്പോൾ എന്താണ് എല്ലാവരും അടിച്ചു പൊളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ ആദർശേട്ടാ അടിച്ചു പൊളിച്ചു. മനസ്സിന് ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്നുണ്ട്. അതേപോലുള്ള രീതിയിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. നവ്യേച്ചിയുടെ സ്വഭാവം മാറിയപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. പിന്നെ അറിയാലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ, നല്ല അടിയുടെ പൂരം തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത് എന്നും പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് ശരിയാ, പിന്നെ എനിക്ക് പോകാനുള്ള സമയമായി എന്നൊക്കെ ഇങ്ങനെ എന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കനകമാണെങ്കിൽ അതെ, ഇനി നന്ദുവിൻ്റെ നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്തണം. നന്ദുവിൻ്റെയും നവ്യൻ്റെയും നിശ്ചയം നടത്താനായിട്ട് നിങ്ങൾ നേരത്തെ ഇങ്ങോട്ട് എത്തിക്കൊള്ളാം, പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ നയനയുടെ മുഖഭാവമൊക്കെ ആകെ ഒന്ന് മാറുകയാണ്. അപ്പോൾ നന്ദു ആണെങ്കിൽ എൻ്റെ നിശ്ചയം അത്രയും പെട്ടെന്നൊന്നും നടത്തേണ്ട ആവശ്യമൊന്നുമില്ല, അത് നീയാണ് അവിടെ തീരുമാനിക്കേണ്ടത്, ഞങ്ങൾ തീരുമാനിച്ചോളാം, കേട്ടല്ലോ. നീ ഞങ്ങൾ പറയുന്നത് പോലെ അങ്ങോട്ട് കേട്ടാൽ മതി, മനസ്സിലായല്ലോ. അപ്പോഴേക്കും നിങ്ങൾ പോയിട്ട് വാ. നയനമോളെ സൂക്ഷിക്കണേ, എൻ്റെ അമ്മ എന്നെ സൂക്ഷിക്കാനും എന്നെ നോക്കാനും ഒക്കെ ആദർശേട്ടനടക്കം അവിടെ ഒത്തിരി പേരുണ്ട്, എൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിനോടാണെങ്കിൽ നീ എന്തിനാടി ആദർശിനെ കാണുമ്പോൾ ഇത്ര സങ്കടപ്പെട്ട് ഇങ്ങനെ മോന്തയും കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്? നന്ദുമോളെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്കൊരിക്കലും അനന്തപുരിയിലേക്ക് കയറി ചെല്ലാനായിട്ട് സാധിക്കില്ല. അത് നീ സ്വപ്നം കാണാൻ പോലും വേണ്ട. പിന്നെ നവീനെ പോലൊരാളെ തള്ളിക്കളയാനാണ് നിനക്ക് എങ്ങനെ തോന്നുന്നടി? നവീനെ പോലൊരു ആളുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ നിനക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? എന്നിട്ട് അവരിങ്ങോട്ട് പെണ്ണാലോചിച്ചിട്ട് വന്നില്ലേ? എനിക്കൊരു യോഗ്യതയും വേണ്ട അമ്മേ, എനിക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ല. എന്താ അതുപോലെ? അതെ, ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചോളാം ഈ കല്യാണത്തിനോട് താല്പര്യം വേണോ വേണ്ടെന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചോളാം. ഞങ്ങൾ പറയുന്നത് പോലെ അങ്ങോട്ട് നീ അനുസരിച്ചാൽ മതി, കേട്ടല്ലോ. ഇനി അവൻ്റെ പിന്നാലെ പോകാമെന്നൊന്നും നീ വിചാരിക്കേണ്ട നന്ദു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ കിടന്ന് വഴക്ക് പറയുകയാണ്. അപ്പം നന്ദൂട്ടനാണെങ്കിൽ ആകെ ദേഷ്യവും വന്നിട്ട് നേരെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ആദർശിനെയും നയനെയും കാണിക്കണം. അപ്പോൾ ഇവർ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതായാലും നിൻ്റെ വീട്ടിലൊരു സർപ്രൈസ് കൊടുത്ത് നമ്മൾ പൊളിച്ചു, നവ്യയെ കെട്ടിക്കൊണ്ട് ചെന്നു. ഇനി അതേപോലെ തന്നെ എൻ്റെ വീട്ടിലും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാൾ വരുന്നുണ്ട്, സർപ്രൈസാണ്, ഗസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അനഘയാണ് വന്നെന്ന് അറിയുമ്പോഴേക്കും ശരിക്കും എല്ലാവരും ഒന്ന് ഞെട്ടും.
അതാണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ അനഘയെ കാണിക്കുകയാണ്. അപ്പോൾ അനഘയാണെങ്കിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ അനഘയുടെ കൊച്ചാണെങ്കിൽ ചോദിക്കുകയാണ്, ആൻറ്റി ഞങ്ങളോടൊപ്പം വരുന്നുണ്ടോ? അയ്യോ ആൻറ്റി വരുന്നില്ലടി മുത്തേ, നിങ്ങൾ പോയിട്ട് വാ, എന്നെ കൊണ്ടുപോകില്ലല്ലോ, നിങ്ങളല്ലേ കൊണ്ടുപോകുന്നത്, ഞാൻ വേണമെങ്കിലേ ചോദിക്കാം, അപ്പം ആൻറ്റിയെ കൊണ്ടുപോകുമല്ലോ. അതൊന്നും വേണ്ട കേട്ടോ, ദേ നിങ്ങൾ രണ്ടുപേരും പോയി നല്ല സുഖമായിട്ട് തിരിച്ചു വാ, അപ്പം ആൻറ്റി വന്നോളാം, അതായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം നമ്മുടെ ആദർശും നയനയും കൂടി കയറി വരികയാണ്. നിങ്ങളെ കൊണ്ടുപോകാൻ തന്നെ വന്നിരിക്കുന്നത് അനഘ, ഇനി ടെൻഷനിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് ദിവസം കൊണ്ട് അവിടെ നിർത്തണം. ഞങ്ങളേതായാലും ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഉറപ്പായിട്ടും അവരതിനുള്ള ഒരുക്കത്തിൽ തന്നെ ആയിരിക്കും, നമുക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനഘയുടെ കണ്ണുകളൊക്കെ നിറയുക. അനഘയ്ക്ക് ഭയങ്കര സങ്കടവും തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. അപ്പോൾ ദേവയാനി ബെഡ്റൂമൊക്കെ ഒരുക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ചില ചോദിക്കണം, എന്തിനായിട്ടെത്തി ഇതെന്താണ് ബെഡ്റൂമൊക്കെ ഒരുക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റോ? ഏത് ഗസ്റ്റ്? അതാരാണെന്നൊന്നും അറിയില്ല, ഞാനും ചോദിച്ചിരുന്നു, എന്നോട് പോലും പറഞ്ഞില്ല. പിന്നെന്താ? അല്ല ഈ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ബെഡ്റൂമൊക്കെ ഒരുക്കിയിടണമെന്ന് പറയുമ്പോൾ അപ്പോൾ കുറച്ച് ദിവസം അവരിവിടെ ഉണ്ടാവുമോ? കുറച്ച് ദിവസം അവരിവിടെ ഉണ്ടാവും, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇതിലുള്ള ഏതെങ്കിലും VIP-കളായിരിക്കും അല്ലേ? ആകാം, ചിലപ്പോൾ ആയിരിക്കാം, എനിക്കറിയില്ല. അവർ എന്നോട് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞില്ല. അയ്യോ എടതി, ചിലപ്പോഴേ ആ കനകോ മറ്റോ ആയിരിക്കോ എന്നിരിക്കുമ്പോൾ, അല്ല, ഏതായാലും കനകോ ആയിരുന്നെങ്കിലേ നയന മോൾ എന്നോട് പറയില്ല, ഇതൊക്കെ ഒരുക്കി ഇടാനായിട്ട് അവൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. കനകമല്ല ഏതായാലും. പക്ഷേ എന്നാലും ആരായിരിക്കും എൻ്റെ ഏട്ടത്തി ഈ VIP എന്ന് പറയുന്നത്? എൻ്റെ ജലജയെ വരുമ്പോൾ ഏതായാലും അറിയാലോ, അന്നേരം നീ അറിഞ്ഞാൽ മതി, നീ പോകാൻ നോക്ക്. അങ്ങനെ ജലജ നേരെ നവ്യയുടെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ്. എടി നവ്യേ, നീ അറിഞ്ഞോ ഇന്ന് ഏതൊരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന്? ആ ഗസ്റ്റ് ആരാണെന്ന് അറിയില്ല. ഏട്ടത്തിയാണെങ്കിൽ ബെഡ്റൂമെല്ലാം നല്ല ക്ലീനാക്കി ഒരുക്കി ഇട്ടിരിക്കുക. ഏതൊരു VIP വരാൻ പോകുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ആരെങ്കിലും വരട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട്. ഇനി നിൻ്റെ അമ്മയും മറ്റും ആണോ വരുന്നത്? കനകം, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് ഈ കനകോ എന്ന് പറഞ്ഞ അമ്മയും ഇല്ല, ഗോവിന്ദൻ എന്ന് പറഞ്ഞ അച്ഛനും ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനെപ്പോഴും അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അവൾക്കൊരു ഇഷ്ടമില്ല പോലും. എടി ഇപ്പോൾ വന്ന ഗസ്റ്റിലടി, അത് നിനക്കൊരു തലവേദനയായിട്ട് മാറോടി, നീ കണ്ടോ? എൻ്റെ ദേവിയെ, ആ ഗസ്റ്റിനെ കൊണ്ട് ഇവൾക്ക് പൊറുതി മുട്ടണേ എന്നും പറഞ്ഞുകൊണ്ട് ഈ ജലജ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ജലജയുടെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നവ്യയ്ക്ക് ചിരി സഹിക്കാനും പറ്റുന്നില്ല. അപ്പം നവ്യാണെങ്കിൽ ആ ഗസ്റ്റ് വരുമ്പോൾ ആർക്കാണ് സമാധാനക്കുറവെന്നും ആരാണ് തലവേദനിച്ച് പൊട്ടാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം ജലജ തള്ളേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യയെ കാണിക്കുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.